ഗുഡ് മോർണിംഗ്. ഇന്നത്തേത് പ്രത്യേകതയുള്ള ഒരു ഗുഡ് മോർണിംഗ് ആണ്. ഇന്റർവ്യൂ വേഗം കുളിച്ച് റെഡിയാവൂ. എന്നെ ഓഫീസിൽ വിട്ടിട്ട് വിനയേട്ടൻ പോയിക്കോളൂ. എനിക്ക് റെഡിയാകാൻ 10 മിനിറ്റ് റെഡിയാകാം. വഴക്കുണ്ടാക്കരുത്. എന്നാ നീ വിളിച്ചു. എന്താ ശോശാമ്മ ചേട്ടത്തി? എന്താ വിനയേന്ദ്രൻ എത്ര മണിക്കാണ് ഇന്റർവ്യൂവിന് പോണേ? 9:30. ഇറങ്ങാൻ നേരത്തെ ഞങ്ങൾ അങ്ങോട്ട്. എന്നാ നീ പറ. ഇറങ്ങാൻ നേരത്തെ ഞങ്ങൾ അങ്ങോട്ട് വരാം. എന്ത് വൈ പൊട്ടങ്ങളി കളിക്കുന്നേ? വേണ്ട വേണ്ട, ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം. അതാ ഒരു ഐശ്വര്യം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഈ വിനയേന്ദ്രൻ എന്നത്തിന് ഇങ്ങനത്തെ ഒരു ജോലിക്ക് പോകുന്ന എനിക്ക് മനസ്സിലാവാത്തത്. വസ്തുക്കളും സ്വത്തുക്കളും നോക്കി നടത്താൻ തന്നെ ആളില്ല. എന്നാലും രണ്ടിനും ജോലി എന്നുള്ള ഒറ്റ വിചാരേ ഉള്ളൂ. ശോശാമ്മേ, അവർക്ക് രണ്ടുപേർക്കും ഏത് നേരത്തും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയാമോ? അറിയാം. എന്താ അത്? സെക്സ്. കറക്റ്റ്. പക്ഷേ അവരെ സംബന്ധിച്ച് അത് പവിത്രവും വിശുദ്ധവുമാണ്. അവരുടെ ഉള്ളിലെ സ്നേഹത്തിന്റെയും ഇഷ്ടത്തിന്റെയും ഒരു പ്രകടിപ്പിക്കൽ. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് അറിയാമോ? അറിയാം, മ്യൂസിക്. ഒരു ലഹരിയിൽ നിന്നും വേറൊരു ലഹരിയിലേക്ക് മാറുക. വിനയചന്ദ്രൻ എന്നോട് ഇത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യമാണ് ജോലി. ജീവിക്കാൻ വേണ്ടിയോ കാശിന് വേണ്ടിയോ അല്ലാതെ ഒരു ഇഷ്ടം. അത്രേ ഉള്ളൂ. ചിലരങ്ങനെയാ, എപ്പോഴും ഏതിലെങ്കിലും എൻഗേജ്ഡ് ആയിരിക്കും. പിടിച്ചോ. നമ്പേരട്ടാ, ഒന്ന് അനുഗ്രഹിച്ചേ. ഓ, എന്തനുഗ്രഹിക്കാൻ? ആരനുഗ്രഹിച്ചില്ലെങ്കിലും തനിക്ക് ആ ജോലി കിട്ടും. ഈ ചെറിയ ജോലി തനിക്ക് എന്തിനാണെന്നാ എന്റെ സംശയം. പ്രിഫറൻസ് സ്കൂളിലെ മലയാളം അധ്യാപകൻ എന്ന ജോലി ചെറുതാണോ എന്റെ ഏട്ടത്തി? കിട്ടിയാൽ അതൊരു മഹാഭാഗ്യമല്ലേ? പിന്നെ എനിക്ക് ഇനി ടെൻഷൻ. ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ആകെ തച്ചുടക്കണം പറഞ്ഞ് നടക്ക വിനേട്ടൻ. സ്കൂളിൽ പോയി എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുവോ? ഒട്ടും പേടിക്കണ്ട. ഇതൊന്നും ആര് വിചാരിച്ചാലും മാറ്റിമറിക്കാൻ സാധിക്കില്ല എന്ന് എനിക്കറിയാം. എന്നാലും ജീവിതത്തെക്കുറിച്ച്, സൗന്ദര്യത്തെക്കുറിച്ചുള്ള യഥാർത്ഥ ഉൾക്കാഴ്ച ഒരു പയ്യനെങ്കിലും നേടിക്കൊടുക്കാൻ, കാട്ടിക്കൊടുക്കാൻ പറ്റിയാൽ അത് മതി എനിക്ക്. പോയി വരട്ടെ. പോയിട്ട് വാ. പോയി വരൂ സിന്ധു, പോയി വരൂ സിന്ധു. വിനയൻ ജോലിക്ക് പോകുന്നതിന് നിങ്ങൾ സിന്ധുവിന്റെ ദേഹത്ത് എന്നതായി ചെയ്യുന്നത്? നിനക്ക് എന്തു ആകാമെങ്കിൽ എനിക്കും ആകാം. ഞാൻ എന്തോ ചെയ്തെന്റെ മനുഷ്യ. ദേ, മനുഷ്യാനൊന്നും വിളിക്കണ്ട. ഒന്നാം തരം തറവാട്ടി പറഞ്ഞ തലശ്ശേരിക്കാരൻ നമ്പ്യാരടി ഞാൻ. നമ്പേരട്ടാ, ഒരു നല്ല കാര്യത്തിന് ഇറങ്ങാൻ ഞാൻ. വേണ്ട, വിനയേന്ദ്രൻ പോയിട്ട് വരൂ. വിനയേന്ദ്രൻ പോയിട്ട് വരൂ. നല്ലതേ വരൂ. താക്കോൽ വാ. നമ്പേരട്ടാ, ശോശമ്മ ചേട്ടത്തി, പ്രശ്നം ഉണ്ടാക്കരുത്. ഞങ്ങൾ പോയിട്ട് വരാം. ശോശാമ്മ ചേട്ടത്തി വിനേട്ടനും തൊട്ടേനാ. ഇന്ന് മിക്കവാറും ഉടക്കായിരിക്കും. മിക്കവാറും വൈകിട്ട് വരുമ്പോ അറിയാം. സിന്ധു, രജിസ്റ്റർ മാനേജറുടെ ക്യാബിനില്ല. ഒപ്പിടാൻ അങ്ങോട്ടെല്ലാം പറഞ്ഞു. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സിന്ധു. സിന്ധു ഇന്ന് കൂടുതൽ സുന്ദരിയായിരിക്കുന്നു. ഓ, രജിസ്റ്റർ ഒപ്പിട്ടോളൂ. ഈ സാരി സിന്ധുവിന് നന്നായി ഇണങ്ങുന്നുണ്ട്. ഇത് മിസ്റ്റർ വിനയേന്ദ്രനെ ഈ സ്കൂളിലെ അധ്യാപകനായി നിയമിച്ചുകൊണ്ടുള്ള ഓർഡറാണ്. വൈസ് പ്രിൻസിപ്പലിനെ കണ്ടിട്ട് പോക്കോളൂ. വിനയേന്ദ്രൻ അവരുടെ സെക്ഷനിലാണ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനയചന്ദ്രൻ. പ്ലീസ് സിറ്റ് ഡൗൺ. താങ്ക് യു. വിനയചന്ദ്രൻ, ഈ ടീച്ചിങ് വെറും ഒരു ഹോബിയാണെന്ന് തോന്നുന്നു. ഹോബിയോ? നോ മാം, ഇതെന്റെ ജീവിതമാണ്. ഓക്കെ. +2-ൽ മൊത്തം 65 കുട്ടികളുള്ളതിൽ 41 പേരും സെക്കൻഡ് ലാംഗ്വേജായി എടുത്തിരിക്കുന്നത് ഹിന്ദി, സാൻസ്ക്രിറ്റ്, ഫ്രഞ്ച് ഒക്കെയാണ്. മലയാളം സെക്കൻഡ് ലാംഗ്വേജായി എടുത്തിരിക്കുന്ന 24 പേരും മലയാളത്തിൽ മാത്രമല്ല എല്ലാ സബ്ജക്ട്സിലും വീക്കാണ്. പ്രത്യേക ശ്രദ്ധ വേണ്ട കുട്ടികളാണവർ. താങ്കളുടെ പരിപൂർണ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഭാര്യ മാത്രമേ ഉള്ളൂ. പേര് സിന്ധു. TDC ജോലി ചെയ്യുന്നു. മറ്റു ബന്ധുക്കൾ? അമ്മയുണ്ട്, നാട്ടിലാണ്, ഒറ്റപ്പാലത്ത്. പിന്നെ സിന്ധുവിനൊരു സിസ്റ്റർ ഉണ്ട്, ബാംഗ്ലൂരിൽ പഠിക്കുന്നു, +2-ൽ.
ഓക്കെ, നാളെ ക്ലാസ് എടുക്കാൻ വന്നോളൂ. താങ്ക് യു. നല്ല ചൂടിലാണല്ലേ രണ്ടുപേരും. ആണെന്ന് തോന്നുന്നു. ദേ പാട്ട് കേട്ടില്ലേ? രാവിലെ തുടങ്ങിയിരിക്കുമല്ലോ. ഉച്ചയ്ക്ക് രണ്ടും ഒന്നും കഴിച്ചു കാണില്ല. വിനയേട്ടൻ പോയി എന്തെങ്കിലും വാങ്ങിയിട്ട് വരുന്നോ? ഞാൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. എന്തായി? 53 രൂപ. അതല്ല, ഇന്റർവ്യൂവിന്റെ കാര്യം എന്തായിന്നാ. പോക്കറ്റിൽ കിടപ്പുണ്ട് അപ്പോയിന്റ്മെന്റ് ഓർഡർ. എനിക്ക് സന്തോഷം വരുന്നു. എന്താ ചെയ്യാ? നമുക്ക് പോയി ഈ സന്തോഷം തീർത്തിട്ട് നമ്പേരേട്ടനെ ശോശാമ്മ ചേട്ടനെയും കാണാം. താക്കോല് നമ്പ്യാരേട്ടന്റെ കയ്യിലാ. ഛെ, സാരല്ല, ഒക്കെ കഴിയട്ടെ. നമുക്കവരുടെ വഴക്ക് തീർക്കണ്ടേ? ശ്രമിച്ചു നോക്കാം. വാ. എന്റെ കൂട്ടുകാരി പോയി, എന്റെ വീട്ടുകാരി പോയി, എന്റെ എല്ലാവരും പോയല്ലോ ഗുരുവായൂരപ്പ. ഗുരുവായൂരപ്പാ പോകും. മൂത്ത് കടിക്കട്ടും. സംശയം സംശയം സംശയം. എന്നാൽ റോട്ടിൽ കൂടെ പോകുന്ന ഒറ്റ പെമ്പിളാരെ മര്യാദക്ക് വിടുവല്ല. അപ്പൊ നോക്കി വിളിപ്പിക്കും. ഞാൻ കൊല്ലില്ല. ഒന്ന് വിട്ടേ എന്നെ. ശോശം ചേട്ടൻ പറയുന്ന കേക്ക്. ഞാൻ കൊടുക്കട്ടെ. എന്റെ നമ്പേരേട്ട ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുന്ന പവിത്രമായ ഒരു സാധനമാണ്. അതിങ്ങനെ വഴക്കടിച്ച് തീർക്കാനുള്ളതല്ല. മനുഷ്യ സഹജമായ ദൗർബല്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. ഇന്ന് ഞാൻ കോളേജ് ചെന്നപ്പം ഇന്റർവ്യൂവിന് വൈസ് പ്രിൻസിപ്പൽ ഒരു സ്ത്രീയാ. മനസ്സിലായില്ലേ? ഞാനും അവരും ഒറ്റയ്ക്ക് റൂമിൽ. എന്റെ ഏട്ടത്തി എത്ര നിയന്ത്രിച്ചിട്ടും എനിക്ക് മനസ്സിലായില്ലേ? ഞാൻ എന്ത് ചെയ്യും? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനുഷ്യ സഹജമായ ദൗർബല്യങ്ങൾ അല്ലേ? അല്ലേ? വൈസ് പ്രിൻസിപ്പളിനെ കണ്ടപ്പോ എന്ത് തോന്നിന്നാ പറഞ്ഞേ? ഇനി അത് കയറി പിടിച്ചോ. പിടിക്കാനൊന്നുമില്ല. എനിക്ക് ആളെ നന്നായിട്ട് അറിയാം. കൊറേ നാളായി ഞാനും നീ കാണുന്നുണ്ട്. എന്താ കാണുന്നത്? വേണ്ട, എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. പറയടി, നീ എന്താ കാണുന്നത്? ട്രെയിനിലും ബസ്സിലൊക്കെ വെച്ച് പെമ്പിള്ളേരെ കാണുമ്പോ വെട്ടിത്തിരിഞ്ഞുള്ള നോട്ടൊന്നും ഞാൻ കാണില്ലെന്ന് വിചാരിക്കണ്ട. ആമ്പിള്ളേരെ കാണുമ്പോ നീ നോക്കാറില്ലടി. വെളുത്ത പൊക്കമുള്ള ആമ്പിള്ളേർ നിനക്കൊരു വീക്ക്നെസ് അടി. ദേ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. സംസാരിക്കരുത്. ചൂട് സംസാരിച്ച് എന്ത് ചെയ്യും? കാണണോ? ആ, കാണിക്ക്, കാണിക്ക്. കാണിച്ചു തരാടി. വിനയേന്ദ്ര, ശോശാമ്മേ, ആ വീട്ടിനെ പിടിക്ക്. ഇങ്ങോട്ട് വരൂ. എന്താ ഇത്? കൊച്ചു പിള്ളേരെ പോലെ പെട്ടെന്ന് ദേഷ്യം വരുന്നത്. പിന്നെ തമാശക്ക് എന്താ പറഞ്ഞല്ലേ? അല്ല, മനസ്സപ്പടി ചീത്തയാ. അതങ്ങ് വിനയേന്ദ്ര, ഇതൊക്കെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കണം. പൂച്ചയെ പോലെ ഇരിക്കുന്നതല്ലേ അവൾ അഹങ്കാരി. മിണ്ടി പോവരുത്. എന്റെ ശോശാമ്മേ, ആ സിന്ധുവിനെ പിടിച്ചൊതുക്ക്. സിന്ധു കുറച്ചു നേരം ഒന്നും ഉണ്ടായിരിക്കും. സിന്ധു അങ്ങനെ തന്നെ നിക്ക്. ശോശാമ്മേ, ആ കൈ ഇങ്ങനെ കൊണ്ടുവാ. ഭഗവാനെ, അങ്ങനെ ഈ പ്രശ്നം പരിഹരിച്ചു. അയ്യേ, ഈ കൈ കൊണ്ടുവാ. നിങ്ങളുടെ പ്രശ്നം തീർന്നിരിക്കണു. തീർന്നു. തീർന്നോ വിനയ? ജോലിക്കാരി എന്തായി? ജോലി കിട്ടി. സിന്ധുവിന് സന്തോഷായില്ല. എന്നാ ഇനി നേരം കളയാറിച്ചല്ലേ. താക്കോല്. ഓ, ഭക്ഷണം മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. രണ്ടുപേരും എടുത്ത് കഴിച്ചോണം. വിനയേട്ടാ, ഇന്നത്തെ അടി എനിക്ക് ശരിക്കും കൊണ്ടു. നീ എന്താ മോഹൻ ടൈമിങ്ങിനെ തിരിക്കാഞ്ഞ്? ഇത്ര സ്പീഡിൽ അടിക്കുന്നു ഞാൻ വിചാരിച്ചില്ലായിരുന്നു. ശരിക്കും നൊന്തോ? ശരിക്കും. എന്നാ അവിടെ ഞാൻ മുത്തം കൊണ്ട് തടയി തരട്ടെ. അയ്യോ, ഇങ്ങോട്ട് വാ. ഇവിടെ നിൽക്ക്. ഇനി എന്താന്ന് വെച്ചാ ചെയ്തോ. എവിടാ അടി കൊണ്ടത്? ഇവിടെ ഇവിടെ. എങ്ങനെയാ വേദന മാറ്റി തരണ്ടേ? ഇങ്ങനെ. എവിടെ പോയി നിക്കണ്ട കേസല്ലേ. നമ്മൾ എന്ത് ഭംഗിയായിട്ട് ഒതുക്കി തീർത്തു. നിങ്ങളുടെ ഒരു മിടുക്ക്. ശോശാമ്മ കേട്ടായിരുന്നോ വിനയന് ജോലി കിട്ടിയതിൽ സിന്ധുവിന് സന്തോഷമുണ്ടെന്ന് പറഞ്ഞത്? കേട്ടു. സിന്ധുവിന് സന്തോഷം വന്നാൽ ഉടൻ വിനയന്റെ നെഞ്ചത്ത് ചാരണം. പിന്നെ സ്ഥലം ഏതാണെന്ന് നോക്കില്ല. വിനയൻ എന്നോടത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്. ആഹാ, ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ? കഴിഞ്ഞു. പെട്ടെന്ന് എന്തോ കൊതി തോന്നിപ്പോയി, സോറി. കോമാളി, തമാശക്കാരൻ, മായാജാലക്കാരൻ എന്നൊക്കെ കുട്ടികൾ എന്നെ പറ്റി പറയുന്നുണ്ടാവണം. സാരമില്ല, ഞങ്ങൾ മെല്ലെ മെല്ലെ അടുക്കും. അടുത്ത് കഴിയുമ്പോൾ എന്തു പറ്റി? എന്താ അസിസ്റ്റന്റ് മാനേജറുടെ ശൃംഗാരം വല്ലാണ്ടങ്ങ് കൂടിയോ? അയാളെ കൊണ്ട് തോറ്റു. വല്ലാത്തൊരു നോട്ടവും പെരുമാറ്റവും ഒക്കെ. ഞാൻ വന്ന് സംസാരിക്കാന്ന് പറഞ്ഞാൽ നീ സമ്മതിക്കില്ലല്ലോ.
നല്ല മര്യാദയുടെ ഭാഷയിൽ ഞാൻ അയാളോട് പറഞ്ഞു നോക്കാം. എനിക്കാകെ ഒരു ഭാര്യയേ ഉള്ളൂ. അവൾ എനിക്കെല്ലാമാണ്. അവൾക്ക് ജീവിതത്തിൽ ഞാനും അവളുടെ ഒരു അനിയത്തിയും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഒരിക്കൽ പോലും വഴക്കിട്ടിട്ടില്ല, ഒരിക്കൽ പോലും പരസ്പരം വെറുപ്പ് തോന്നിയിട്ടില്ല. ഞങ്ങളുടെ വിവാഹ ജീവിതം, അതായത് സ്ത്രീ പുരുഷ ബന്ധം, അതായത് ദൈവം അനുഗ്രഹിച്ച് അനുവദിച്ചു തന്നിരിക്കുന്ന പ്രത്യേക ബന്ധവും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അതിനൊരു കോട്ടവും തട്ടിയിട്ടില്ല. എനിക്ക് ഈ ലോകത്തിൽ ഈ ഒരുത്തി മാത്രം മതി, എന്റെ സിന്ധു. അതുകൊണ്ട് പ്ലീസ് അസിസ്റ്റന്റ് മാനേജർ, അവളെ എന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കാൻ നോക്കരുത് എന്നൊക്കെ നയപരമായി പറഞ്ഞു നോക്കാം. വെറുതെ എന്തിനാ അയാളോട് സംസാരിച്ച വിനേട്ടന്റെ അന്തസ്സ പോവാ. എന്നെ നോക്കാൻ എനിക്കറിയാം. നിന്നെ നോക്കാൻ അതിനേക്കാൾ നന്നായിട്ട് എനിക്കറിയാം. ഈ സ്കൂളിലെ കാര്യങ്ങൾ വിനേട്ടാ, വെജിറ്റബിൾസ് ഒക്കെ തീർന്നു. നമ്പ്യാരേട്ടനും ശോശാമ്മയെടുത്ത് ഇപ്പൊ ഉറങ്ങിക്കാണില്ല. എങ്ങനെയാ അവരുടെ തോട്ടത്തിൽ പോയി കുറച്ച് വെജിറ്റബിൾസ് കക്കുക? ഒരു കാര്യം ചെയ്യാം, വിനേട്ടൻ പോയി മുൻവശത്തിരുന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം. ഞാൻ പിന്നെ പക്കം പോയി കേട്ടോളാം. നീ ഒരു നല്ല പെണ്ണല്ലേ. അന്യരുടെ മുതൽ കക്കാൻ നിനക്കൊരു ലജ്ജയുമില്ലേ? ഈ മോഷണത്തിൽ എനിക്ക് എന്തോ വല്ലാത്ത സത്യസന്ധത തോന്നുന്നു. പിന്നെ ഒരു കാര്യം, അവിടെ ചെന്ന് അനാവശ്യമായിട്ട് ഒരു കാര്യം സംസാരിക്കരുത്. നമ്പ്യാരേട്ടനോട് പറയാൻ എനിക്ക് ആകെ ഒരു വിഷയം 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 മാത്രമേ ഉള്ളൂ. ഇങ്ങോട്ടല്ല അങ്ങോട്ട്. നമ്പ്യാരേട്ടാ, വാ വിനയ, എന്തെങ്കിലൊക്കെ എടുത്ത് കഴിക്കേ. വേണ്ട വേണ്ട, സിന്ധു അവിടെ എല്ലാം ഉണ്ടാക്ക. ഞാൻ ഒഴിച്ചു തരാം. സ്കൂളൊക്കെ ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് തന്റെ ജോലി? നോക്കിക്കോ, 600 കുട്ടികളുള്ള സ്കൂളിൽ എന്റെ കയ്യിൽ വന്നു ചേർന്നത് വെറും 24 കുട്ടികളാണ്. അവരെ ഞാൻ സ്കൂളിന്റെ അഭിമാനങ്ങളാക്കും. അവരാണ് ജീവിതത്തിൽ സമ്പൂർണ്ണ വിജയം വരിക്കാൻ പോകുന്നത്, യഥാർത്ഥ പൗരന്മാരാകാൻ പോകുന്നത്. ആ ക്ലാസ്സില് എനിക്കും ശോശാമയ്ക്കും വന്നിരിക്കാൻ പറ്റുമോ? ഞങ്ങൾക്കും തന്നിൽ നിന്ന് പലതും പഠിക്കാനുണ്ട്. നമ്പ്യാരേട്ടനൊക്കെ ഇനി എന്തോ പഠിക്കാനാ? എല്ലാം പഠിപ്പിച്ചു തരാൻ ശോശാമ്മച്ചേട്ട തിരിപ്പില്ലേ? എന്തോ ഒരു മുതലാ. വിളവെടുക്കല്ലേ? കുറച്ച് കടല കൂടെ. കടല പിന്നെ കടല ബെസ്റ്റ് അല്ലേ? നല്ലതാ. സിന്ധു ഒറ്റയ്ക്കിരിക്കല്ലേ? വിനേന്ദ്രൻ പോതില്ലേ? ഞാനെങ്ങും ഇല്ല. അവള് കിടന്നുറങ്ങട്ടെ, അത് കഴിഞ്ഞ് പോവാം.